നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സൃഞ്ജയോ മേ പ്രിയ സഖ. സൃഞ്ജയ വംശത്തിൽ പിറന്ന ഹോത്രവാഹനൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഹോത്രവാഹനൻ്റെ ആ കുടുംബത്തിൻ്റെ സ്ഥാനപ്പേരാണ് സൃഞ്ജയൻ എന്നുള്ളത്. അതുകൊണ്ട് ഹോത്രവാഹനനെ സൃഞ്ജയൻ എന്ന് പറയും. സൃഞ്ജയൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, അദ്ദേഹം രാജർഷിയാണ് എന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഇങ്ങനെ എപ്പോഴും ഭാർഗവരാമൻ അങ്ങയെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങയെ കാണണമെന്നുള്ള ആഗ്രഹം ഭാർഗവരാമന് അതിയായുണ്ട്. ഇപ്പോൾ അങ്ങ് ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരും. ഇഹരാമ പ്രഭാതേശു ഭവിതേതി മധർമമ. എൻ്റെ മനസ്സിലുള്ള വിചാരം ഇതാണ്, അദ്ദേഹം നാളെ രാവിലെ ആകുമ്പോഴേക്കും നേരിട്ട് ഇങ്ങോട്ട് വരും എന്ന്. അതുകൊണ്ട് ഇവിടെ വന്നു ചേരുന്ന അദ്ദേഹത്തെ നാളെ പുലരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അദ്ദേഹം എന്തിനാ വരുന്നതെന്നറിയോ? അല്ലയോ ഹോത്രവാഹന, അങ്ങയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആരെ അന്വേഷിച്ച് പുറപ്പെടാൻ ആഗ്രഹിച്ചുവോ ആ ആളിതാ ഇങ്ങോട്ട് തന്നെ വരുന്നു. അത് കേട്ടപ്പോഴേക്കും അമ്പയ്ക്കും സന്തോഷമായി. തൻ്റെ ദുഃഖത്തിന് ശാന്തി അത് ഭാർഗവരാമൻ നൽകും. അദ്ദേഹത്തെ ഇപ്പോൾ മഹേന്ദ്രൻ വരെ അലഞ്ഞ് നടന്ന് ചെന്ന് കാണേണ്ട കഷ്ടപ്പാടുകളുടെ ആവശ്യമില്ല. അദ്ദേഹം ഇങ്ങോട്ട് തന്നെ വന്നു ചേരുന്നു. ഇത് കേട്ട് അവളും സമാധാനിച്ചു. അന്ന് എല്ലാവരും വിവിധ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു, അത് പരസ്പരം സംസാരിച്ചു. ആ അവസരത്തിൽ ഹോത്രവാഹനൻ അകൃതവർണനോട് പറഞ്ഞു, ഇതാ ഈ അടുത്ത് നിൽക്കുന്നില്ലേ ഈ കുട്ടി, അമ്പ എന്നാണ് പേര്. ഈ അമ്പ എൻ്റെ മകളുടെ മകളാണ്. അവൾ വല്ലാതൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയിരിക്കുന്നു. ആ പ്രതിസന്ധിയിൽ നിന്ന് മോചിക്കുവാൻ യാതൊരു മാർഗവും കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ കണ്ട മാർഗം അത് ആ പ്രതിസന്ധിയെ ദൂരീകരിക്കാൻ ഭാർഗവരാമന് സാധിക്കും എന്നാണ്. അദ്ദേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ ആഗ്രഹിച്ചത്. അവളുടെ അവസ്ഥകൾ എന്താണ് എന്ന് അകൃതവ്രണനോട് ഹോത്രവാഹനൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്പ അകൃതവ്രണനോട് പറഞ്ഞു, എൻ്റെ ഈ അപ്പൂപ്പൻ എന്തൊക്കെയാണോ എൻ്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങയെ കേൾപ്പിച്ചത് അതെല്ലാം പരമസത്യമാണ്. ഈ അവസ്ഥയിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. അങ്ങ് സർവജ്ഞനാണല്ലോ. അങ്ങ് ഇതിനുള്ളതായ മാർഗം അങ്ങ് പറഞ്ഞു തരണം എന്ന് അകൃതവ്രണനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അകൃതവ്രണൻ പറഞ്ഞു, നിന്റെ മനസ്സിലുള്ള ചിന്തിതങ്ങളൊക്കെ നീ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോഴേക്കും അതിന് ഉള്ളതായ മാർഗം ഞാൻ ആലോചിച്ച് പറയാം. ഏതായാലും നാളെ ഭാർഗവരാമൻ വരും, അദ്ദേഹം അതിന് മാർഗമുണ്ടാക്കും. അതിനു മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു നിർണയത്തിലെത്തണം. അപ്പോഴേക്കും അമ്പ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപനീതാസ്മി ഭീഷ്മേണ ഭഗവൻ അവിജാനത. ഇവിടെ അമ്പ പറയുന്ന വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്പയ്ക്ക് ആരോടും വിരോധമില്ല.
അമ്പ കരഞ്ഞു വിളിച്ച് സാൽവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ നിന്ദിച്ചു, ഭീഷ്മനെ നിന്ദിച്ചു, തൻ്റെ അച്ഛനെ നിന്ദിച്ചു, അതേപോലെ തന്നെ സാൽവനെ നിന്ദിച്ചു, ബ്രഹ്മാവിനെ പോലും നിന്ദിച്ചു. ആ ഏറ്റവും ഭീഷണമായ ദുഃഖതമായ അവസ്ഥയിലാണ് അവൾ. ഒരാശ്രയവുമില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം നിന്ദിച്ചു. എന്നിട്ട് അവസാനം അവൾ കണ്ടെത്തി ഇത് തൻ്റെ തന്നെ പാപത്തിൻ്റെ ഫലമാണ് എന്ന്. കഴിഞ്ഞ ജന്മത്തിൽ താൻ എന്തോ കടുത്തതായ പാപം ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ തനിക്ക് ഈ പ്രകാരത്തിൽ വന്ന് ഭവിച്ചതാണ് എന്ന് അവൾ തന്നെ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നാം കണ്ടു. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായൊരു നിർണയം അമ്പയ്ക്കില്ല, നിർണയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പ പറഞ്ഞു തുടങ്ങി സംഭവങ്ങൾ. എന്നെ ഭീഷ്മൻ കാശിരാജ്യത്ത് നിന്ന് ഹസ്തനാപുരത്തേക്ക് കൊണ്ടുപോയി. എന്നെ വീര്യശുൽക്കയെന്ന് എൻ്റെ പിതാവ് പ്രഖ്യാപിച്ചതാണ്. അതിനനുസരിച്ചിട്ട് ഭീഷ്മൻ എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് തോൽപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എനിക്ക് സാൽവനോട് പ്രണയമുണ്ട് എന്ന്. സാൽവന് എന്നോടും പ്രണയമുണ്ടെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതറിയാതെയാണ് ഭീഷ്മൻ കൊണ്ടുപോയത്. ഉള്ള സത്യങ്ങളെല്ലാം അതേ പ്രകാരത്തിൽ ഈ അകൃതവ്രണനോട് അമ്പ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവിജാനത എന്നെടുത്തു പറയുന്നു. അറിയാതെ അദ്ദേഹം ഈ പ്രണയകഥയെക്കുറിച്ച് അറിയാതെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കവേ ആരെ ഞാൻ കുറ്റം പറയും, ആരെ ഞാൻ ശിക്ഷിക്കണമെന്നാവശ്യപ്പെടും? എനിക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. ഭീഷ്മേവ കുരുശാർദൂലെ ശാൽവരാജേ അഥവാ പുനഃ ഉഭയോരേവ ബ്രഹ്മൻ യുക്തം യത് തത് സമാചര. യുക്തമായിട്ടുള്ളതെന്ത് എന്ന് അങ്ങ് തീരുമാനിക്കണം. യുക്തമായിട്ടുള്ളതെന്ത് എന്ന് തീരുമാനിക്കാൻ അമ്പയ്ക്കാവില്ല. അതാണ് അമ്പ പറയുന്നത്. യുക്തമായിട്ടുള്ളത് എന്ത് എന്ന് അങ്ങ് തീരുമാനിക്കണം, എന്നിട്ട് അത് അങ്ങ് നടപ്പിലാക്കണം. അത് ആരിൽ നടപ്പിലാക്കണം? ഭീഷ്മേവ കുരുശാർദൂലെ, കുരുവംശത്തിൻ്റെ മഹാപരാക്രമിയായ യോദ്ധാവായി നിൽക്കുന്ന കുരുസിംഹമായിരിക്കുന്ന ഭീഷ്മനിലാണോ അത് നടപ്പിലാക്കേണ്ടത്? അത് അങ്ങ് തീരുമാനിക്കണം. എന്താണ് നടപ്പിലാക്കേണ്ടതെന്നും അങ്ങ് തീരുമാനിക്കണം. അഥവാ ശാൽവരാജാവിലാണോ അത് നടപ്പിലാക്കേണ്ടത്? അത് അങ്ങ് തീരുമാനിക്കണം. അല്ലെങ്കിൽ ഉഭയോരേവ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള, അല്ലയോ മഹാതാപസനായിട്ടുള്ള, ആരാധനീയനായിട്ടുള്ള പൂജ്യപാദങ്ങളെ, ഇവരിൽ രണ്ടുപേരിലുമാണോ അങ്ങയുടെ ഈ പരിഹാര മാർഗം നടപ്പിലാക്കേണ്ടത്? അത് അങ്ങ് തീരുമാനിക്കണം. പരിഹാരമാർഗം എന്താണെന്ന് അമ്പ പറയുന്നില്ല, ആരിൽ നടപ്പിലാക്കണമെന്നും പറയുന്നില്ല. രണ്ടുപേരിൽ ഒരാളിലോ അല്ലെങ്കിൽ രണ്ടുപേരിലുമോ അതങ്ങ് തീരുമാനിക്കണം. എന്നിട്ട് അതിൻ പ്രകാരം അങ്ങ് ഉപദേശിക്കണം, ആജ്ഞാപിക്കണം. അപ്പോഴേക്കും അകൃതവ്രണൻ ശ്രദ്ധിച്ചു, ഇതെല്ലാം കേട്ടു. അപ്പോൾ അമ്പയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായി അമ്പ അകൃതവ്രണനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി തീരുമാനം അകൃതവ്രണൻ്റേതാണ്. അകൃതവ്രണനെപ്പോലൊരാൾ ഇതേപോലുള്ള ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോഴേക്കും ദുഃഖിതരായി നിൽക്കുന്നയാൾ, ആശ്രയിക്കുന്നയാൾ ആ അകൃതവ്രണനെപ്പോലുള്ള ജ്ഞാനി ധാർമ്മികമായ മാർഗം കണ്ടെത്തി അത് ഉപദേശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് കർത്തവ്യം. അറിവുള്ളയാൾ സത്യവും ധർമ്മവും മുൻനിർത്തിയിട്ട് ആർക്കും ദോഷം വരാത്ത രീതിയിൽ, സത്യം നടപ്പിലാകുന്ന രീതിയിൽ, നീതി നടപ്പിലാകുന്ന രീതിയിൽ വേണ്ടുന്നത് പ്രവർത്തിക്കണം, ഉപദേശിക്കണം. അതാണ് അമ്പ പ്രതീക്ഷിച്ചത്. പക്ഷേ അകൃതവ്രണൻ അവിടെ എങ്ങനെ ഉപദേശിച്ചു എന്നുള്ളത് നാം
ശ്രദ്ധിക്കണം. ഉപപന്നമിതം ഭദ്രേ, അല്ലയോ കുഞ്ഞെ, നീ നല്ല സ്വഭാവത്തോടു കൂടിയവളാണ്, അതാണ് ഭദ്രേ എന്ന് വിളിച്ചത്. നിന്റെ ഈ വാക്കുകൾ നിനക്ക് യോജിച്ചതാണ്, നീ കുലീനയാണ്, ആ വംശത്തിൻ്റെ നന്മയ്ക്ക് ചേരുന്ന പ്രകാരത്തിലാണ് നീ സംസാരിച്ചത്. ഭീഷ്മനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, ശാൽവനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞില്ല. എന്തു വേണമെന്ന് നിശ്ചയിക്കണം, അത് ഭീഷ്മനിൽ നടപ്പിലാക്കണമോ അല്ലെങ്കിൽ ശാൽവയിൽ നടപ്പിലാക്കണമോ രണ്ടുപേരിലും നടപ്പിലാക്കണമോ അതങ്ങ് പറയണം എന്നാണല്ലോ അവൾ ആവശ്യപ്പെട്ടത്. ഇത് കുലീനമായ അഭ്യർത്ഥനയാണ്. അതിനാൽ ഇത് വളരെ യോജിച്ചതാണ് നിൻ്റെ ഈ വാക്കുകൾ. എങ്കിലും ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തു വേണം എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ധാരണ അതാ കേട്ടുകൊള്ളൂ. ഇതിൽ കുറ്റക്കാരൻ ഭീഷ്മനാണ്, അകൃതവർണ്ണൻ. യാതൊരു മടിയും കൂടാതെ സ്പഷ്ടമായിട്ട് പറയുന്നു, കുറ്റക്കാരനെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. യദി ത്വാം ആപകേയോ വൈ നയത് ഗജസാഹ്വയം, ഗംഗയുടെ മകനായിരിക്കുന്ന ആ ഭീഷ്മൻ നിന്നെ ഹസ്തിനാപുരത്തേക്ക് തേരിലേറ്റി കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ, അല്ലയോ കുഞ്ഞെ, ശാൽവസ്ത്വാം ശിരസാഭീരു ഗൃഹീയാത് രാമചോദിത, ശാൽവൻ നിന്നെ ഉപേക്ഷിക്കുമായിരുന്നില്ല, അവൻ നിന്നെ സ്വീകരിച്ചേനെ. അപ്പോൾ അവൻ സ്വീകരിക്കാത്തതിന് കാരണം ഈ ഭീഷ്മനാണ്, നിന്റെ ഈ ദുഃഖത്തിന് കാരണം ഈ ഭീഷ്മനാണ്. അഥവാ ശാൽവൻ സ്വമേധയാ നിന്നെ സ്വീകരിക്കാതെ വന്നാലോ, നമുക്ക് ഭാർഗവരാമനോട് പറയാം, പരശുരാമനോട് പറയാം, അദ്ദേഹം ശാൽവനെ വിളിച്ചിട്ട് ആജ്ഞാപിക്കും. അദ്ദേഹം ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാൽവന് അതിനെ ലംഘിച്ച് നടക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവില്ല. ശാൽവൻ അതിനെ അനുസരിക്കും, നിന്നെ അദ്ദേഹം സ്വീകരിക്കും. പക്ഷേ തടസ്സമായി നിൽക്കുന്നത് ഭീഷ്മൻ ചെയ്ത ഈ പ്രവൃത്തിയാണ്. ആ ഭീഷ്മൻ നിന്നെ ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ രാമൻ പറഞ്ഞു കഴിഞ്ഞാൽ ശാൽവൻ നിന്നെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഭീഷ്മൻ കൊണ്ടുപോയി നിന്നെ. അതുകൊണ്ട് ശാൽവന് നിന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. തേനത്വം നിർജിതാഭദ്രേ യസ്മാൻ നീതാസി ഭാവിനി സംശയ ശാൽവരാജസ്യ തേനത്വൈ സുമധ്യമേ. അല്ലയോ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, ശാൽവന് നിന്നെക്കുറിച്ച് സംശയമുണ്ട്, നിന്റെ ശുദ്ധിയെക്കുറിച്ച് സംശയമുണ്ട്, നിന്റെ മനസ്സിൻ്റെ ശുദ്ധിയെക്കുറിച്ച് സംശയമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭീഷ്മൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് അവൻ നിന്നെ സ്വീകരിക്കാതെ അവൻ്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് ഇറക്കി വിട്ടത്. അതിന് ശാൽവനെ കുറ്റം പറയാനാവില്ല. അതിന് കാരണം ഭീഷ്മൻ. അതിനാൽ ആ ഭീഷ്മനെ ശിക്ഷിക്കുക തന്നെ വേണം. അത് നീ നാളെ ഭാർഗവരാമൻ ഇവിടെ വന്നു ചേരുമ്പോഴേക്കും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും വേണം. ഭീഷ്മ പുരുഷമാനീച്ച ജിതകാശി തഥൈവച്ച. തൻ്റെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നുള്ള ആ പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ, അതെല്ലാം ഭൂമിയിൽ ഇരുന്ന് നേടേണ്ടതായ ധർമാർത്ഥാദികൾ എല്ലാം ഭംഗിയായിട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ മുമ്പനാണ് ഭീഷ്മൻ. അതിൽ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്. ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണെന്നുള്ളതായ ആ അഭിമാനം അദ്ദേഹത്തിനുണ്ട്. എന്ന് മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ രാജാക്കന്മാരെയും അദ്ദേഹം കാശിയിൽ വെച്ച് ഈ സ്വയംവര പന്തലിൽ വെച്ച് നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചല്ലോ. എല്ലാവരെയും ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അങ്ങനെ ജയിച്ചവനാണ് എല്ലാവരെയും എന്നുള്ളതായ അഹന്തയും അവനുണ്ട്. അതുകൊണ്ട് തസ്മാത് പ്രതിക്രിയായുക്ത ഭീഷ്മയെ കാരയിതും തവ. അതിനാൽ ഭീഷ്മനിൽ നീ പ്രതികാരം ചെയ്യണം. അതാണ് നിനക്ക് ചേർന്നത്.